എനിക്കത് വിട്ടാജ് ഓൻ്റെ 3.5 സെന്റ് ഉണ്ട്, അതിലൊരു ചാളി കിട്ടും. ഓൻ്റെ മാക്കില്ലാത്ത ടീമിലുള്ള വിട്ടാ മതി. ഇതന്നെ പേരാ. പിന്നെ ഞാനേ ആളെയൊന്ന് കാണാൻ ഞാൻ നോക്കട്ടെ കേട്ടോ, ആളുണ്ട് നോക്കട്ടെ. ഇത് പാചകമായി പറഞ്ഞ എന്താണ് ഇത്? പറ്റ ചെറിയ പേരാണല്ലോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് പാവപ്പെട്ട കുട്ടികളെ വേണ്ടത്. അതാകുമ്പോ പക്ഷെ നമ്മളെ കുടുംബങ്ങളൊക്കെ വന്ന് കാണുമ്പോ ഓർക്ക് 100 കിട്ടില്ല ഉണ്ടാവുക. അന്റെ പെങ്ങന്മാരെ കാര്യം ഇറക്കാൻ അറിയില്ലേ? കുടുംബക്കാരല്ലല്ലോ നമ്മളെ കുട്ടികളെ നോക്കുന്നത്. ഞാൻ വീണ്ടും കാര്യം കേട്ടോ, ഇത് പറഞ്ഞ് ശരിയാക്കണ്ടേ? നോക്കിയതാണ്. പിന്നെ ഞാനേ ആളെയൊന്ന് കാണാൻ ഞാൻ നോക്കട്ടെ കേട്ടോ, ആളുണ്ട് നോക്കട്ടെ, ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച. ശരി. ഇവിടെ ഇപ്പൊ ആൾ മത്സരമൊന്നുമില്ല. കുട്ടിയാ വാളെ, ഹലോ കുട്ടിയാ. ഇവിടെ ഇപ്പൊ ആരും കാണാനില്ല, ഇവിടെ ആളുണ്ട്. ഹലോ അസ്സലാമലൈക്കും. വലൈക്കും സലാം. പിന്നെ ഞാന് ഞങ്ങൾ ഇവിടെ ആളുകൾ എന്റെ ചെറുക്കനപ്പൊ അവിടെ നിക്കണേ. ഓന് പെണ്ണേരനാണ്. അപ്പൊ ഇവിടെ കുട്ടീൻ്റെ നിന്നോട് അവിടെ ആ സെന്ററിൽ ഒരാൾ പറഞ്ഞു എന്താ കുട്ടിയൊക്കെ ഉണ്ട്. ചെറുക്കനെന്താ പണി? ചെറുക്കപ്പ് ഗൾഫിലല്ലേ. ഓൻ വന്നിട്ട് 1 മാസം കഴിഞ്ഞു. ഓന് ആകെ 3 മാസം ലീവുള്ളൂ. അപ്പൊ കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞിട്ട് പോകണേരിക്ക. അതായത് ഞാനിപ്പോ എനിക്ക് 3 മക്കളാണ്. 2 പെണ്ണായിട്ടങ്ങനെ രണ്ടിന് കല്യാണം കഴിഞ്ഞിരിക്കണു. ഇനിയിപ്പോ ഇപ്പം മാത്രമേ ഉള്ളൂ. വേറെ ചുറ്റുപാടൊന്നുമില്ല. പെരിയിൽ വലിയ കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല. അങ്ങനെ പിന്നെ നമ്മളവിടെ ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ എല്ലാവർക്കും വിവരങ്ങളാണ്. ഇപ്പൊ പറഞ്ഞത് എനിക്ക് മനസ്സിലായിപ്പോ. ഇപ്പൊ എന്താ എന്റെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാണ്? എനിക്കിപ്പോ കുട്ടി പറയണതേ ഗൾഫുകാരെയും കൂലിപ്പണിക്കാരൊന്നും വേണ്ടാന്നാ പറയുന്നത്. അതുപോലെ ഗവൺമെന്റ് ജോലിക്കാരും ഉണ്ടെങ്കിൽ അത് മതിയെന്നാ പറയുന്നത്. അങ്ങനെ ആലോചിച്ചു പറഞ്ഞത് നന്നായേ ഉള്ളൂ. അത് പിന്നെ നാളെ ചക്കി യുക്കി എന്ന് പറയേണ്ട ഒരു വരുന്നില്ലല്ലോ. ഇന്നിപ്പോ കുട്ടി പറയണത് എങ്ങനെ വെച്ചാ ഓൾക്കിപ്പോ അത്യാവശ്യം ചുറ്റുപാടും നല്ല പെരയും കൂടിയൊക്കെ എല്ലായിടത്തേക്ക് കിട്ടിച്ചാണ് എന്താ പോള ആഗ്രഹം. അതങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഇപ്പൊ ഓളെ ഒരു ആഗ്രഹം പറഞ്ഞത്. അല്ല എനിക്കിപ്പോ ഈ പെരല്ല വേറെ പെര ഏതെങ്കിലും ഉണ്ടോ? ഇല്ല, എനിക്ക് ഈ പെരന്നെ ഉള്ളൂ. സ്ഥലമുണ്ടോ? ഇല്ല, എനിക്കൊരു 3-4 സെന്റ് സ്ഥലം ഈ പെരന്നെ ഉള്ളൂ. ശരിയില്ലാതെ നമുക്ക് കാണാം. ആയിക്കോട്ടെ, വേർക്കുണ്ടോ? ഇപ്പൊ ആ കുടിയിലൊക്കെ ഡിമേലൊക്കെ പാടെ കേട്ടാണ് ഇനി ആദ്യമൊക്കെ വല്ല എഞ്ചിനീയർ ആകാൻ പഠിച്ചണ്ടേ. എനിക്ക് വല്ല കഥയറിയോ? വണ്ടിട്ട് ഓരോരോ അന്നോട് ആരിതൊക്കെ പറഞ്ഞായിരുന്നു. ഓരോരോ അതൊക്കെ കണ്ടാലറിയാം ഓരോ യാജ്യം. എനിക്കത് വിട്ടാജ് ഓൻ്റെ 3.5 സെന്റ് ഉണ്ട്, അതിലൊരു ചാളി കിട്ടും. ഓൻ്റെ മാക്കില്ലാത്ത ടീമിലുള്ള വിട്ടാ മതി. പറഞ്ഞത് ആരോടെ വന്നിക്കുന്നു? ഈ ഇല്ലാസ് എന്ന് പറഞ്ഞ ആള് വില്യാസിന്റെ പേരെന്താ? അതെ ഞാൻ തന്നെ ഇല്ലാസ്. ഇവിടെ കുട്ടിയെ കെട്ടിച്ചാണ്ട് പറഞ്ഞു കേട്ടോ. അതായിട്ടില്ല, പ്രായമായിട്ടില്ല. അതെ, 10-15 വയസ്സായിട്ടുള്ളൂ, പ്രായമായിട്ടില്ല. അതെ, അല്ല ആരോരാൾ പറഞ്ഞു ഇവിടെ കുട്ടീന്റെ പറഞ്ഞു. പ്രായമായിട്ടില്ലേ? അതെ. ഇനിയിപ്പോ ഇവിടെ എവിടെയും വല്ല ഇവിടെ ഇപ്പൊ കുട്ടികളെ കെട്ടിച്ചാനെന്ന് പറഞ്ഞാല് പിന്നെ നിങ്ങൾ ഇവിടെ പോകുമ്പോ കുറച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് വലത്തെ ഭാഗത്തേക്ക് റോഡുണ്ട്. ആ റോട്ടുമ്പോ 2ാമത്തെ വീടുണ്ട്. അവിടെ ചെന്നാല് അവിടെ കുട്ടീനെ കെട്ടിച്ചാനായിക്കൊണ്ട് പറഞ്ഞു. കല്യാണം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പറയണേക്കുണ്ട്. അവിടെ നിന്ന് പോയി നോക്കി. ഇത് പ്രായമായിട്ടില്ല. പിന്നെ നിങ്ങൾ അവിടെ പോവുകയാണെങ്കിലേ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പാർട്ടിയാണ്. അല്ല ഹൈ ലെവൽ പാർട്ടിയാ. എനിക്കറിയില്ല എങ്ങനെയാന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോ നമ്മള് സാധാരണ ഇടത്തരക്കാരാണ്. അലാക്കിന്റെ വലിയ പിന്നെ മുതലാളിമാരും വലിയ പൈസക്കാരും ഒന്നും അല്ല. നിങ്ങൾ ഏതായാലും പോയി നോക്കി അവിടെ. കാരണം അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടീമാണ്. ശരില്ല, ഞങ്ങൾ പോയിട്ട് വരാം. വാലിക്കും സലാം. അത് വിട്ടെടുക്കാം. 2 പെൺകുട്ടികളെ കെട്ടിച്ചാൽ ഇത്ര ഇറങ്ങാറില്ല. ഇതിപ്പോ അങ്ങോട്ട് കൊണ്ട് കെട്ടിച്ചാണ് വലിയ ഇറങ്ങാറ്. ഈ ഒരു പെണ്ണുങ്ങൾക്ക് വന്ന ഡിമാൻഡ് ആവാ ഒരാള് ഇറങ്ങാറായി.
അസ്സലാമു അലൈക്കും. പിന്നെ ഈ ഇല്ലാജിന്റെ പേര് ഏതാണ്? ഈ പേര് ഇവിടെ 3-4 പേരുണ്ട്. ഇതന്നെ ഉണ്ടാവേ ഉണ്ടാവും. ശരി. ഇതിപ്പോ വലിയ പേരാണ്. ഇതിപ്പോ നമുക്ക് കെട്ടിച്ചു തരും. ചെറുക്ക പേരയും കൂടി എന്താ നമ്മളെ ഏറ്റിക്കൊണ്ടായ നമ്മൾ പെണ്ണു നോക്കാനല്ലേ വന്നിക്കണേ. നമ്മള് വെറുതെ അവർക്ക് ചെല്ലാൻ നിക്കണം. വെറുതെ പോലെ ആട്ടോ ചെന്നൊക്കെ ഇപ്പൊ ഏത് വലിയ രാജാവിന്റെ ചെന്നൂടെ ഫ്രഞ്ചൊക്കെ ഇത് മുണ്ടായാലും പോന്നാ എനിക്കാതെ നിൽക്കാൻ നായുണ്ടോ നോക്കട്ടെ. വാലാക്കിയുടെ പേര് ചിലപ്പോ വലിയ വില കൂടിയ നായുണ്ടാവും ഇവിടെ. ഞാൻ ചെന്ന് കാണാൻ കൂടെ മുണ്ടായി നിൽക്കുന്നു. അതാണ് പേര്. വീട് പോലെ. അസ്സലാമു അലൈക്കും. ഇല്ലാസാണോ? ഞങ്ങള് ആലിങ്ങന്ന് പറഞ്ഞ സ്ഥലത്തിലാണ്. മേലാറ്റൂർ. അപ്പൊ അവിടുന്ന് ഇങ്ങനെ സെന്ററില് പറഞ്ഞു ഇങ്ങനെ ഇല്ലാസാറിന്റെ ആൾക്കൊരു പെങ്ങളുണ്ട് കാരണം. അപ്പൊ അന്വേഷിക്കാൻ വന്നു നോക്കുമ്പോ നമ്മക്ക് താങ്ങിയ പോകുന്നതൊന്നും അല്ല. അപ്പൊ ഞാൻ തിരിച്ചു. അപ്പൊ ഞാൻ ചെറുക്കം പറഞ്ഞു പോകാറുണ്ട്. ഞാൻ ഓനോട് പറഞ്ഞു പോരെ എന്ന് പറഞ്ഞിങ്ങനെ കാര്യം പറയാതൊന്നും കുഴപ്പമില്ല. പെരിയും പ്രതാപം കണ്ട് മുണ്ടാതെ പോയ കാര്യങ്ങൾ നടക്കില്ല. അതെ. ആ പ്രവാസിനും ജിദ്ദിയിലുണ്ടായിരുന്നു. അതെ. ആ കുഴപ്പമൊന്നുമില്ല. ഞങ്ങളെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുവരല് പോയി. ചില പിന്നെ സ്ഥലത്ത് ചെല്ലുമ്പോ ഇവന് പറ്റൂല, മറ്റേ പോലെ പറ്റൂല, അങ്ങോട്ട് അങ്ങോട്ട്. ഇതിപ്പോ ഞമ്മക്ക് പറ്റിയാലും ഞമ്മളും നിങ്ങളും ചോദിച്ചു പോകുന്നു പോണില്ല. കാരണം എന്താ വെച്ചാല് നിങ്ങള് കുറച്ച് സെറ്റപ്പ് ഇല്ല. ഞങ്ങള് വന്ന് കണ്ട നിങ്ങൾക്ക് ചിലപ്പോ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെ ഇപ്പൊ നമ്മള് ചെറിയ പേരെയും കൂടി അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആൾക്കാർ. പിന്നെ നിങ്ങളിപ്പോ എന്റെ മുതലും ഇതും പെരി ഇതൊന്നും നിങ്ങൾ നോക്കണ്ട. എനിക്കൊരു പെങ്ങളെ കെട്ടിച്ചാണ്ട് ഓൾക്ക് ഒരു സാധാരണ വീട്ടിക്ക് ഓളെ നോക്കണ ഒരു ഭർത്താവിനോട് കല്യാണം കഴിപ്പിക്കണം എന്നാ ഓളെ ആഗ്രഹം. അപ്പൊ അത് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങളെ കുട്ടികൾ തമ്മിൽ പൊരുത്തുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. അല്ല പെരയും കൂടി ഉണ്ട് വലിയ ഗേറ്റും ഉണ്ട് എന്ന് പറഞ്ഞ് മടങ്ങിപ്പോയ കാര്യങ്ങൾ നടക്കൂലെന്ന്. എനിക്കിപ്പോ ഒരു ഓളെ നോക്കണ ഒരു ഭർത്താവിന് തന്നെയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓളെ ആഗ്രഹം അതാണ്. അപ്പോ അതൊക്കെയാണ് നമ്മളൊക്കെ തീരുമാനങ്ങളെ. അപ്പൊ നിങ്ങളിപ്പോ എന്താ കുട്ടികൾ തമ്മിൽ ഇത് യോജിക്കുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അത് പ്രശ്നമൊന്നുമില്ല. ഇതൊക്കെ അള്ളാ തന്നെ ഹൈറാണ്. ഒരു കാലത്ത് ഇതൊക്കെ കഷ്ടത്തിൽ തന്നെ നമ്മൾ ഇത് പിന്നെ ഒറ്റയടിക്ക് പടക്കാരൊക്കെ എല്ലാരും അങ്ങനെ ചിന്തിക്കണില്ലേ. നമ്മളിപ്പോ അങ്ങനെ പണ്ട് കാര്യമില്ല. എല്ലാരും ചിന്തി നമ്മളൊരു ചിന്ത ഇപ്പൊ ഇങ്ങനെയാണ്. ഒരു കാഴ്ചപ്പാടുകൾക്ക് ഇപ്പൊ വേറെയാണ്. ഇപ്പത്തെ കാഴ്ചപ്പാട് വേറെയാണ്. നിങ്ങൾ ചിന്തിച്ച് നിങ്ങൾക്കൊരു ഭയം പോലെ വരുന്ന ഇപ്പത്തെ കാഴ്ചപ്പാട് അങ്ങനെ പോകുന്നത്. അതാണ് നിങ്ങൾ അങ്ങനെ ചിന്തിച്ചത്. എന്നാലേ പറഞ്ഞ മാതിരി ഒരു പറ്റിക്കൊള്ളാൻ പോരാ. പിന്നെ കഴിഞ്ഞ് ആദ്യം വന്നിട്ട് നമ്മളെ നല്ലേക്ക് കാണാം. ഏതായാലും ഞാൻ എന്റെ കുടുംബങ്ങളോടൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങളൊന്ന് അവിടെ അന്വേഷിക്കും. ഇന്നിപ്പോ എന്താ ഞായറാഴ്ച അല്ലേ? ഒരു വ്യാഴ്ചന്റെ ഉള്ളിലൊക്കെ ആയിട്ട് ഞങ്ങള് വിവരം തരും. ചെറിയ തിരക്കുകളും ഉണ്ട്. മഴ ഉണ്ട്. ശരി. ഇതാണേ തറവാട്ടേര് മനസ്സിലായില്ലേ? എത്ര സൗമ്യമായിട്ടാണ് സംസാരിക്കണേ. മറ്റേ ഓനൊക്കെ ഇരിക്കാൻ പോലെ ഒരു ചാളല്ല. ആകെ 3.5 സെന്റിന് ഒരു പേരാണ്. ഓനില്ലാത്ത ഡിമാൻഡുകളില്ല. അപ്പൊ ഇതും കൂടി കയ്യിലുണ്ടാകില്ലേ? കാരണം ഇത് മനുഷ്യന്മാരോട് ഇടപെടണമെങ്കിൽ ഒത്താൻ്റെ ഭാഗ്യാണ്.